വീട്ടിലും ഓഫീസുകളിലും CCTV ക്യാമറ വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഏതൊക്കെ കമ്പനികളുടെ സെക്യൂരിറ്റി ക്യാമറകളാണ് ഉപയോഗയോഗ്യമായിട്ടുള്ളത്? ഇതിനൊക്കെ ഒരു ബോധവൽക്കരണവും പ്രദർശനവും ഒരുക്കുകയാണ് ഓൾ കൈൻഡ്സ് ഓഫ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം ഇന്റഗ്രേറ്റർ അസോസിയേഷൻ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഓട്ടോസെക് എക്സ്പോ 2025 സെപ്റ്റംബർ 12-13 തീയതികളിൽ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് എക്സ്പോ നടക്കുന്നത്. ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അക്കേഷ്യ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളാണ്. അക്കേഷ്യ എന്ന് പറയുന്ന സംഘടന ഇലക്ട്രോണിക് ഓട്ടോമേഷൻ സെക്യൂരിറ്റി സിസ്റ്റം മേഖലയിൽ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യ മൊത്തവും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ കേരള ഘടകം സംസ്ഥാന പ്രസിഡന്റ് A.T. ജോസ് ഞാനാണ്. ജനറൽ സെക്രട്ടറി ശ്രീ ശ്യാം, ട്രഷറർ രജേഷ്. ഈ അട്ടോസെക് എന്ന് പറയുന്ന എക്സ്പോ നമ്മൾ 12-13 സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ചെയർമാൻ ശ്രീ സഞ്ജയ് സനൽ, ജനറൽ കൺവീനർ ശ്രീ ദീപു ഉമ്മൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജയ്, കമ്പനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ലിഗേഷ് എന്നിവരും സന്നിഹിതരായിട്ടുണ്ട്. നമ്മുടെ സംഘടന പ്രധാനമായിട്ടും ഏകദേശം നിങ്ങളെല്ലാവരും പരിചയപ്പെടുന്ന ഒരു മേഖലയാണ് സെക്യൂരിറ്റി ആണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു മേഖല. ഇന്ത്യയിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കുറച്ച് പല കാലങ്ങളായിട്ട് കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. സെക്യൂരിറ്റിക്ക് കുറേ മാനദണ്ഡങ്ങൾ, ഇലക്ട്രോണിക് സെക്യൂരിറ്റി മേഖലയിൽ കുറേ മാനദണ്ഡങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ആ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ പുതിയ ഓട്ടോസെക് എക്സ്പോ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ സംഘടന കേരളത്തിൽ 14 ജില്ലകളിൽ പ്രവർത്തിക്കുന്നു. ഏകദേശം 1000-ഓളം സ്ഥാപനങ്ങൾ ഞങ്ങളുടെ സംഘടനയിലെ കീഴിൽ പ്രവർത്തിക്കുന്നു. അതിൽ 5000-ഓളം ജോലിക്കാരുണ്ട്, ട്രെയിൻഡ് ജോലിക്കാരുണ്ട്. നമ്മുടെ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി ഈ മേഖലയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ കേരളത്തിൽ ഈ നടക്കുന്ന ഓട്ടോസെക്, സൗത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഈ ഓട്ടോസെക് വഴിയാണ് പൊതുജനങ്ങളെയും മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സിനെയും പരിശീലിപ്പിക്കുകയും അവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ ഒരു മുഹൂർത്തത്തിനാണ് ഈ കലൂർ സ്റ്റേഡിയത്തിൽ 12-13 സാക്ഷ്യം വഹിക്കുന്നത്. നമ്മളുടെ സംഘടനയെ പറ്റി അത്യാവശ്യം കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി സംസാരിക്കും. ഇന്ന് CCTV സെക്യൂരിറ്റി സിസ്റ്റം മേഖല ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ്. നമുക്കറിയാം, ഏത് കേസാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളിലും ആധാരം എന്ന് പറയുന്നത് അതിൻ്റെ വിഷൻ എടുക്കലാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ STQC സിസ്റ്റം സംവിധാനം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ എക്സ്പോ ആണ് കൊച്ചിയിൽ വെച്ച് ഈ മാസം സെപ്റ്റംബർ 12-13 തീയതികളിലായി നടക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു എക്സ്പോയിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ എല്ലാ പ്രോഡക്റ്റുകളും അണിനിരത്തിക്കൊണ്ട് CCTV, ഓട്ടോമേഷൻ, ഗേറ്റ് ഓട്ടോമേഷൻ, സോളാർ, അങ്ങനെയുള്ള സെക്യൂരിറ്റി സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പ്രൊഡക്റ്റ് ഡിസ്പ്ലേയും അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ക്ലാസ്സുകളും സംഘടിപ്പിക്കുന്ന രീതിയിൽ, അതേപോലെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഈ STQC സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ഒരു 6 മാസം മുൻപ് ഏപ്രിൽ 9-ാം തീയതിയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യയുടെ ബോർഡർ കൺട്രികളിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ വിൽക്കാൻ പാടില്ല, CCTV ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രൊഡക്റ്റുകൾ ഒരു ബാൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇന്ത്യ വിപണിയിൽ വിൽക്കാൻ സാധ്യമായ രീതിയിലുള്ളൂ. അപ്പോൾ അത്തരം പ്രൊഡക്റ്റുകൾ കാണാനും അത്തരം പ്രൊഡക്റ്റുകൾ പരിചയപ്പെടാനും പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ അറിവ് നൽകുവാനും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംഘടന ഇത്തരത്തിലുള്ള ഒരു എക്സ്പോ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഓട്ടോസെക് എന്ന് പറയുന്ന നമ്മുടെ എക്സ്പോ 2017 ആദ്യമായിട്ട് നമ്മൾ നടത്തുന്നത്. 2 വർഷത്തിലൊരിക്കലാണ് നമ്മൾ ഈ എക്സ്പോ സംഘടിപ്പിക്കാറ്. 2017 ആദ്യത്തെ എക്സ്പോ കാലിക്കറ്റ് വെച്ചാണ് നടന്നത്. 2019 അത് ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു. 21 പക്ഷേ കോവിഡും അനുബന്ധ സാഹചര്യങ്ങളും കാരണം നമുക്ക് എക്സ്പോ ഒരു ഫിസിക്കൽ പ്രസൻസിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. 23 നമ്മൾ സ്റ്റേഡിയത്തിൽ, കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം
എക്സ്പോ ആയിട്ട് നടത്തി. ഇപ്രാവശ്യം 2025 വീണ്ടും അതൊരു മെഗാ എക്സ്പോ ആയിട്ട് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ ഇവന്റിൽ ഇപ്രാവശ്യത്തെ ഒരു മേജർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പോ ആയിട്ടാണ്, അതായത് സെക്യൂരിറ്റി സിസ്റ്റം ഓട്ടോമേഷൻ മേഖലയിലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പോ ആയിട്ടാണ് നമ്മൾ ഈ എക്സ്പോ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 75 പുറത്ത് സ്റ്റോളുകൾ തന്നെ ഉണ്ട്. കമ്പനികളുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ കമ്പനികളുടെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഏകദേശം 500 പുറത്ത് ബ്രാൻഡുകളുടെ പ്രൊഡക്ട്സ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. നോർമലി നമ്മളിപ്പം ഇഫ്സൊക്കെ പോലുള്ള ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള വലിയ വലിയ എക്സ്പോകളിൽ കാണുന്ന പോലെ ഒരു 8 മീറ്റർ ബൈ 8 മീറ്റർ, അതായത് 64 സ്ക്വയർ മീറ്ററിൻ്റെ സ്റ്റോൾ തന്നെ ഏകദേശം 10 സ്റ്റോളുകളുണ്ട്. അത്ര വലിയ രീതിയിലുള്ള ഒരു എക്സ്പോ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ടാണ് ഇത്രയും വലിയ രീതിയിൽ നടക്കുന്നത്. CCTV അല്ലെങ്കിൽ ഇലക്ട്രോണിക് സെക്യൂരിറ്റി, ഹോം ഓട്ടോമേഷൻ, സെക്യൂരിറ്റി അലാം, ഗേറ്റ് ഓട്ടോമേഷൻ, എൻട്രൻസ് കൺട്രോൾ, ഡിസ്പ്ലേ സൊല്യൂഷൻസ്, ELV അതായത് എക്സ്ട്രീം ലോ വോൾട്ടേജ് ആയിട്ട് വരുന്ന ഒരുവിധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റ് റേഞ്ചുകളും ഈ പറയുന്ന നമ്മുടെ എക്സ്പോയിൽ ഉണ്ട്. ഈവൻ നമ്മുടെ എന്താ പറയുക നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ, ഏകദേശം പകുതിയോളം കമ്പനികൾ ഇപ്രാവശ്യം നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് ഇവിടെ എക്സ്പോയ്ക്ക് പങ്കെടുക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് MSME സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത്. MSMEയുടെ സപ്പോർട്ടും ഈ എക്സ്പോയ്ക്ക് ഉണ്ട്. ഈ ഒരു എക്സ്പോ ഏറ്റവും എന്താ പറയുക ആധുനിക കാലഘട്ടത്തിന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ നേരത്തെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒക്കെ പറഞ്ഞ പോലെ STQC മുതലായ സർട്ടിഫിക്കേഷൻസ് അനുസൃതമായിട്ടുള്ള പ്രൊഡക്റ്റുകളെ പരിചയപ്പെടാനും AI ഉൾപ്പെടെയുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള പ്രൊഡക്ട്സിൻ്റെ ഡിസ്പ്ലേ ഉൾപ്പെടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. ഏറ്റവും നല്ല രീതിയിൽ അവിടെ കാര്യങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയും ഞങ്ങളിപ്പോൾ വെന്യൂന്നാണ് വരുന്നത്. ഫുള്ളി എയർ കണ്ടീഷൻഡാണ്, എൻട്രി ഫ്രീ ആണ്. എല്ലാവരിലോട്ടും എത്തുക, എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കുക, പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുക. ഓക്കെ, നമ്മുടെ ഇവൻറ്റിൻ്റെ ഇനോഗ്രേഷൻ 12-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവர்களാണ് നിർവഹിക്കുന്നത്. അന്നേരം തന്നെ മുഖ്യാതിഥികളായി ശ്രീനിജൻ MLA-യും അതുപോലെ തന്നെ ഉമാ തോമസ് MLA-യും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ മറ്റ് ഗവൺമെൻറ് മറ്റ് മേഖലകളിലുള്ള ഒരുപാട് ആൾക്കാരെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർ, അതുപോലെ തന്നെ എന്താ പറയുക കെൽട്രോൾ, അങ്ങനെ ഗവൺമെൻറ് CDAC, CDIT അങ്ങനെയുള്ള ഈ ഇലക്ട്രോണിക് സെക്യൂരിറ്റി മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മാക്സിമം ആൾക്കാരെ നമ്മൾ ഈ ഇവൻറ്റിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇനോഗ്രേഷൻ കൂടാതെ 3 ഡിസ്കഷൻ പാനൽസ് ഉണ്ട് നമുക്ക്. ഒന്ന് STQC-യുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഒന്ന് MSME, അതുപോലെ തന്നെ ഗവൺമെൻറ് എന്താ പറയുക സപ്പോർട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ മൂന്നാമത്തത് ഈ സംഘടന തന്നെ രൂപീകൃതമായത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈസൻസിങ് സമ്പ്രദായം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ, ഇങ്ങനെ 3 ഡിസ്കഷൻ പാനൽസ് ഉണ്ട്. ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് മേജറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇത് നമ്മുടെ ഓട്ടോസെക്കിൻ്റെ കൺവീനറാണ് ദിബു ഉമ്മൻ. ഓട്ടോസെക് എക്സിബിഷൻ്റെ 4ാമത്തെ എഡിഷനാണ് ഇത്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വലിയൊരു മാറ്റം ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. STQC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു മാനുഫാക്ചറിനും ഒരു കമ്പനിക്കും ഇന്ത്യയിൽ CCTV പ്രോഡക്റ്റുകൾ വിൽക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇൻ്റർനാഷണൽ കമ്പനികളായ കുറേ കമ്പനികൾ ഇപ്പം ഇന്ത്യ വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില കമ്പനികളെല്ലാം ഇന്ത്യയിൽ അവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും പല കമ്പനികൾക്കും ലൈസൻസ് കിട്ടിയിട്ടില്ല. എന്നാൽ ലൈസൻസ് കിട്ടിയിട്ടുള്ള കമ്പനികളും പ്രോഡക്റ്റുകളും ഏതൊക്കെയാണെന്ന് നമ്മുടെ ഈ എക്സിബിഷനിൽ വന്നു കഴിഞ്ഞാൽ പരിചയപ്പെടുവാനും കാണാനും സാധിക്കും. അതിനുള്ള ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്ന പോലെ മേക്കിംഗ് ഇന്ത്യ പ്രോഡക്റ്റ് ആയിട്ടുള്ള CCTV പ്രോഡക്റ്റുകളുടെ പ്രദർശനം ഇവിടെ നമ്മുടെ ഓട്ടോസെക്കിലുണ്ട്. അപ്പം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന CCTV ക്യാമറകൾ AI ടെക്നോളജികൾ, പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജികളൊക്കെ ആയിട്ടുള്ള ക്യാമറാസും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം നമുക്കിവിടെ കാണുവാനും പരിചയപ്പെടുവാനും എല്ലാം സാധിക്കും. ഇനിയിപ്പം നമുക്ക് മിക്ക ഇതിലും പുതിയ റൂൾസ് വന്നിരിക്കുന്നത് STQC സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരു ക്യാമറകളും ഗവൺമെൻറ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതിൽ ഒരു കാരണവശാലും ടെൻഡറിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റില്ല. അത് പുതിയ റൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഏതൊക്കെ കമ്പനികളുണ്ട്, ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിലുള്ള കമ്പനികളുണ്ടെന്നുള്ളതെല്ലാം നമുക്ക് ഈ എക്സിബിഷനിൽ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പം ഇതൊരു ഇപ്പോൾ ഒരു മാറ്റമാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നത്.
അതനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മളുടെ കേരളത്തിലുള്ള എല്ലാ CCTV മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും IT മേഖല, ആർക്കിടെക്ട്സ്, അതുപോലെ തന്നെ കൺസൾട്ടൻസ്, അങ്ങനെയുള്ള എല്ലാ മേഖലക്കാർക്കും ഇത് വന്ന് കണ്ട് പരിചയപ്പെട്ട് പുതിയ കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു എക്സിബിഷൻ തന്നെയാണിത്. അപ്പം അതിലേക്ക് നമ്മളെല്ലാവരും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് വലിയൊരു ഫുഡ് ഫ്ലോ ഉണ്ടായിരുന്നു. ഏകദേശം 3000 മുതൽ 3000-ന് മേളിൽ ആൾക്കാർ ഈ ഒരു എക്സിബിഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഏകദേശം 5000-ന് മേളിലുള്ള ഒരു ഫുഡ് ഫ്ലോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അത്രയും ഒരു വലിയ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അറിയാൻ സാധിക്കും. സർ, AI ബേസ്ഡ് ആയിട്ടുള്ള ക്യാമറകളും അതിൻ്റെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് മുമ്പ് നമ്മൾ CCTV സർവൈലൻസ് സിസ്റ്റംസിൽ ഒരു മൂവ്മെൻറ്റ് ബേസ്ഡ് മാത്രമായിട്ടായിരുന്നു നമ്മൾ റെക്കോർഡിംഗ് ആണെങ്കിലും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മൂവ്മെൻറ്റ് ബേസ് ചെയ്ത റെക്കോർഡിംഗ് അങ്ങനെയാണ്. ഇപ്പം അങ്ങനെയല്ല. അതിന് പകരം അത് ഇൻഡിവിജ്വൽ ആണോ, അവർ എന്ത് ചെയ്യുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമിൽ ഇപ്പോൾ നമ്മൾ 60 പേര് അല്ലെങ്കിൽ 100 പേരുണ്ടെങ്കിൽ ഈ 100 പേരെന്നുള്ളത് 99 ആയാൽ അലേർട്ട് തരാം, 101 ആയാൽ അലേർട്ട് തരാം. അങ്ങനെ AIക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം പുതിയ വരുന്ന ക്യാമറാസിനും അതിൻ്റെ സപ്പോർട്ടിങ് സോഫ്റ്റ്വെയറിനും ഇങ്ങനെയുള്ള AI എനേബിൾഡ് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാം എന്താ പറയുക പ്രസൻറ്റേഷനും അതിൻ്റെ ഡീറ്റെയിലിങ്ങും എല്ലാം നമ്മുടെ എക്സ്പോയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ STQC എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ അത് വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത്. കാരണം മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരുന്ന പ്രൊഡക്റ്റുകളുടെ ഒരു 75 to 80% പ്രൊഡക്റ്റ് April 9 കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഈ STQC സർട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിലവിൽ തന്നെയും 5 ബ്രാൻഡുകളാണ് മേജറായിട്ടും STQC സർട്ടിഫൈഡ് ആയിട്ടുള്ളത് അവൈലബിൾ ഉള്ളത്. ഈ ബ്രാൻഡുകളുടെ എല്ലാം STQC സർട്ടിഫൈഡ് പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്ന ആദ്യത്തെ എക്സ്പോ. ഇനി അടുത്ത എക്സ്പോ ഡിസംബറിലേ ഉള്ളൂ, അത് ഡൽഹിയിലാണ്. സോ ഇത് ഒരു വളരെ പ്രത്യേകത. STQC സർട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പോയാണ് ഇപ്പോൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, മാനുഫാക്ചറേഴ്സ് ഒത്തിരി പേരുണ്ട്. പക്ഷേ ഈ STQC സർട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആ സർട്ടിഫിക്കേഷൻ കിട്ടിയവർ 5 പേരേ ഉള്ളൂ. 5 മാനുഫാക്ചറേഴ്സിനെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളൂ. അവരുടെയും എല്ലാ പ്രൊഡക്റ്റിനും കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടിയിട്ടുള്ള മാനുഫാക്ചറേഴ്സ് 5 പേരാണ്. അപ്ലൈ ചെയ്തിരിക്കുന്നത് മാത്രം ഏകദേശം 70 പേരോളമാണ്. ഏകദേശം 150ഓളം മാനുഫാക്ചറേഴ്സ് അല്ലാതെ ഉണ്ട്, മീൻസ് മാർക്കറ്റിലുണ്ട്. അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് 70 പേരാണ്. ബാക്കിയുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റിയുടെ ഇഷ്യൂസ് കൊണ്ടാണ് അപ്ലൈ ചെയ്യാത്തത്. സർ, അവിടെയാണ് നമ്മളെപ്പോലുള്ള സംഘടനകളെയും ഈ അംഗീകൃതമായിട്ടുള്ള ആൾക്കാരും അംഗീകൃതമല്ലാത്ത ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ നമ്മുടെ അടുത്ത് ഒരു റിക്വയർമെൻറ്റ് പറയുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും. സർ, ഇതാണ് STQC. ഇപ്പോൾ STQC എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു. ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ STQC സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പുതിയ ക്യാമറ പഴയ സിസ്റ്റംസിൽ കോമ്പാറ്റബിൾ അല്ല. കാരണം അത്രയും സെക്യൂരിറ്റി കൂടുതലാണ് ഈ പുതിയ ക്യാമറയിൽ. അപ്പോൾ അങ്ങനെയുള്ള സാധനം വേണം ഇനി ഇന്ത്യയിൽ ഉപയോഗിക്കാൻ, വിൽക്കാൻ. എല്ലാവരും എന്താ പറയുക, അത് വേണം ഇനി യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ തോട്ട് പ്രോസസ്സ്, അല്ലെങ്കിൽ അതിന് വേണ്ടി ഗവൺമെൻറ് എഫേർട്ട് എടുക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോഴും കോമൺ മാനിലോട്ട് എത്തുന്നില്ല. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ STQC സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത സാധനങ്ങൾ ഇപ്പോഴും ഈ സ്റ്റോക്ക് ഉണ്ടായിരുന്നതും അല്ലെങ്കിൽ അല്ലാതെയും ഒക്കെ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ പാടില്ല. അത് എന്താ പറയുക, ആ ഒരു അതിൻ്റെ എന്താ പറയുക, നമുക്ക് വാറണ്ടിയെ പോലും അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അത് കസ്റ്റമേഴ്സിന് അറിയില്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ എക്സ്പോയ്ക്ക് വന്നാൽ ഏതൊക്കെ പ്രൊഡക്റ്റിന് STQC ഉണ്ട്, എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കത് സാധാരണക്കാരിലോട്ട് എത്തിക്കാനും സാധിക്കും. ഇപ്പോൾ ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ ക്യാമറയ്ക്കൊന്നും STQC ഇല്ല. കാര്യം ഏകദേശം STQCയുടെ ഈ കാര്യങ്ങളെല്ലാം തീരുമ്പോൾ ഏകദേശം 1 വർഷത്തിന് മേളിലെടുക്കും. ഇപ്പോൾ ഓൺലൈനിൽ കിട്ടുന്നതൊന്നും STQC ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കറക്റ്റ് ചാനൽ വഴിയും 5 കമ്പനികൾക്ക് ഇന്ത്യയിൽ പോലും മാനുഫാക്ചർ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം അത് അവർ ചാനൽ ത്രൂവും പിന്നെ ഞങ്ങളെ പോലുള്ള CCTV ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർ വഴിയും വരുന്നതിന് മാത്രമേ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റൂ. ഓൺലൈനൊന്നും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അതിന്റെ ക്രൈറ്റീരിയ വളരെ വലുതാണ്. പല രീതിയിലുള്ള ക്രൈറ്റീരിയാസ് അതിലുണ്ട്. ഇന്ത്യൻ്റെ ബോർഡർ കൺട്രീസിൽ താമസിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താ പറയുക പൂർണ്ണമായിട്ടും പ്രൊഡക്റ്റ് ചെയ്യുന്നതോ അതിൻ്റെ ഉപയോഗിക്കുന്ന ചിപ്പ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കമ്പനികൾക്കും ഇത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
ഏറ്റവും കൂടുതൽ ഒരു ഈക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബ്രാൻഡ് ഇന്ന് വരെ STUC കൊടുത്തതായി ഞങ്ങളൊന്നും ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. ഇത് ചൈനയിൽ ഉണ്ടാക്കി പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് ഒരു പരിധി വരെ കീഴടക്കിയിരുന്നതും അവർ തന്നെയായിരുന്നു. അപ്പോൾ അത്തരം പ്രൊഡക്റ്റുകൾ ഇന്ത്യയുടെ രാജ്യസുരക്ഷയുടെ ഭാഗമാക്കി മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് അതിൽ കൊണ്ടുവന്ന ഒരു കാര്യം. ശരിക്കും ഈ നിയമം 1970 ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. അതിന് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ളത് മാത്രമായിരുന്നു അതിനകത്തുള്ള മാനദണ്ഡം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ വരുന്ന പ്രൊഡക്റ്റുകളുടെ കമ്പോണൻസ് മാനുഫാക്ചറിങ് തൊട്ട് പ്രൊഡക്ഷൻ ലൈൻ വരെ ഇവർ പോയി വെരിഫൈ ചെയ്യും. ഈ STQC സർട്ടിഫിക്കേഷൻ അതോറിറ്റി, ഗവൺമെൻറ് കീഴിലുള്ള STQC സർട്ടിഫിക്കേഷൻ അതോറിറ്റി പ്രൊഡക്ഷൻ ലൈൻ വരെ പോയി വെരിഫൈ ചെയ്ത് ഫേംവെയർ ഉൾപ്പെടെ, ഇപ്പം നമ്മുടെയൊക്കെ മൊബൈലിൻ്റെ ഫേംവെയർ നമുക്ക് എന്താ പറയുക 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ബഗ് വന്നു കഴിയുമ്പോൾ ആ ബഗ് റീപ്ലേസ് ചെയ്യാൻ ഫേംവെയർ അപ്ഡേറ്റ് ആണ്. മുമ്പ് CCTVയിലും അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പുതിയ STQCയിലാണെന്നുണ്ടെങ്കിൽ ഈ ഫേംവെയർ പോലും അവർക്ക് പോയി അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ക്യാമറയിൽ പുതിയ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സുരക്ഷാ സംവിധാനം വളരെ കർശനമാക്കി, ശക്തമാക്കി. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അല്ലെങ്കിൽ ബോർഡർ ഷെയറിംഗ് കൺട്രികളിൽ നിന്നുള്ളവർക്ക് ഇതിനകത്ത് ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ബോർഡർ ഷെയറിംഗ് കൺട്രികളിൽ നിന്നുള്ള ചിപ്സെറ്റുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. ബോർഡർ ഷെയറിംഗ് കൺട്രികളിൽ നിന്നുള്ള ഒരു ഡയറക്ടർ ബോർഡിൽ പറ്റില്ല. ഇനി ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഈ ബോർഡർ ഷെയറിംഗ് കൺട്രികളിൽ ഏതെങ്കിലും എന്താ പറയുക കമ്പനികളിൽ അവർ ഷെയർ ഹോൾഡ് ചെയ്യുകയോ അവരതിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ടെങ്കിലോ അവർക്ക് ഇവിടെ പാടില്ല. അങ്ങനെ വളരെ സ്ട്രിഞ്ചൻ്റ് ആക്കിയിട്ടുണ്ട് പോളിസി. അതുകൊണ്ടാണ് ഈ 70ഓളം പേര് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടും ഈ പറയുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ തട്ടിത്തടഞ്ഞ് നിൽപ്പുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലൈനിലുള്ളത് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫേംവെയറിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പല പല ലെവലിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇതുവരെയും ഈ പറയുന്ന 5 ബ്രാൻഡുകളിൽ തന്നെ ഉള്ള ഒരു എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു 100 മോഡലുകൾക്കേ ഇത് കിട്ടിയിട്ടുള്ളൂ. ഓൺലൈനിൽ കിട്ടുന്നത് നേരത്തെ സാറിന് ചോദിച്ചാലും ഓൺലൈനിൽ കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് സാർ. STQC എന്നൊരു സർട്ടിഫിക്കേഷൻ ഒരു ലോഗോ ഉണ്ട്. കൃത്യമായിട്ടും STQC ലോഗോ ഈ പ്രൊഡക്റ്റുകളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളുടെ ബോക്സിലുണ്ടാവും. അതുണ്ടെങ്കിൽ മാത്രമേ അത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള സാധനമാകുന്നുള്ളൂ, അല്ലെങ്കിൽ അത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. എഗെയിൻ സാർ, ആ പറയുന്ന ലോഗോ അല്ലെങ്കിൽ നമ്മൾ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണെങ്കിൽ പോലും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം കസ്റ്റംസ് ക്ലിയർ ചെയ്യില്ല. STQC സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റാണ്, അതിന് സർട്ടിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കമ്പോണൻസ് പോലും കസ്റ്റംസ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പഴയ പോലെ എളുപ്പമല്ല. മീൻസ് അല്ല, അവിടെ നിന്നുള്ളത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൊരു 4-5 കമ്പനികൾക്ക് നമുക്കിവിടെ ചിപ്സെറ്റ് മാനുഫാക്ചറിങ് വളരെ കുറവാണ്. ഇവിടെ ഉള്ള പ്രൊഡക്റ്റുകൾക്ക് പോലും, അല്ലെങ്കിൽ ഇപ്പോൾ STQC കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് പോലും കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുന്നത് വിയറ്റ്നാം, US അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. ഈ വരുന്ന സാധനങ്ങൾ ഇവിടെ ആദ്യം ടെസ്റ്റിങ്ങിന് വന്ന് ടെസ്റ്റിംഗ് അപ്രൂവലായി ആ കമ്പോണൻറ്റും ആ മോഡലും അപ്രൂവ് ആയതിനു ശേഷം മാത്രമാണ് മീൻസ് ഈ എന്താ പറയുക വലിയ തോതിലുള്ള ഇമ്പോർട്ടിങ് അനുവദിക്കുന്നത്, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടിങ് അനുവദിക്കുന്നത്. അതും കമ്പോണൻസ് മാത്രം. 70% മുകളിൽ ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ ആയിരിക്കും പ്രൊഡക്റ്റ്. എങ്കിൽ മാത്രമേ ഇവിടെ സർട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതായത് ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കാൻ പറ്റുള്ളൂ, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സർ, നിലവിലുള്ള സർ ഇത് ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ തന്നിരിക്കുന്നത് മൈറ്റി, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ബോഡിയാണ് ഈ STQC സർട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മൈറ്റിയുടെ ലാസ്റ്റ് മീറ്റിംഗ് മിനിറ്റ്സ് പ്രകാരം പറയുന്നത് നിലവിലുള്ള പ്രൊഡക്റ്റുകൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള സ്പെയേഴ്സ് ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കാം. അത് പക്ഷേ ഇതുവരെ കൊടുത്തിട്ടില്ല, അനുമതി കൊടുക്കാം, അത് കൺസിഡർ ചെയ്യാമെന്ന് മൈറ്റി പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ അപ്ഡേറ്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ക്യാമറകളിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. കാരണം ഒരു ആള് നമ്മളിപ്പോൾ ഈ ബിൽഡിങ്ങിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരുമ്പോൾ എൻട്രൻസിൽ വെച്ച് നമ്മളെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് റൂട്ടിൽ നമ്മൾ പോയി നമ്മൾ ഏതെങ്കിലും ബോർഡർ കടന്നു കഴിഞ്ഞാൽ, നമ്മൾ പോവാത്ത റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ടെങ്കിൽ അത് കടന്നു കഴിഞ്ഞാൽ അലാറം പോലെയുള്ള സംവിധാനങ്ങൾ ചെയ്യാനും അത് കൃത്യമായ സമയത്ത് പ്രതിപാദിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഇന്നത്തെ മാർക്കറ്റിൽ വിപണിയിൽ പ്രൊഡക്റ്റുകളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെ പല ആളുകൾക്കും ഇത്തരം പ്രൊഡക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സാഹചര്യം നമ്മളെ കേരളത്തിൽ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ തൊട്ടടുത്ത കർണാടകയിലോ ബാംഗ്ലൂരോ തമിഴ്നാട്ടിലോ പോയാൽ പോലും ഇത്തരം എക്സ്പോകൾ വളരെ വളരെ റെയറായിട്ട് മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്.
കൂടുതലും ഇത്തരം എക്സ്പോകൾ നടക്കുന്നത് മഹാരാഷ്ട്രയിലും അതുപോലെ ഡൽഹിയിലും ആണ് കൂടുതൽ നടക്കാറുള്ളത്. ആ ഒരു ഫെസിലിറ്റി ആണ് നമ്മൾ കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടത്താൻ വേണ്ടി പോകുന്നത്. കൃത്യമായി ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട PWD അതും അങ്ങനെയുള്ള ആളുകൾക്ക് വരെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ കമ്പനികളുമായി ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചർ അനാലിസിസ് ചെയ്യാനും ആ ഫീച്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും പഠിക്കുവാനും പറ്റുന്ന ഒരു അവസരം കൂടിയാണ് നമ്മൾ ഇത്തരം എക്സ്പോകളിൽ സാധ്യമാക്കുന്നത്. നമ്മുടെ സംഘടന വഴി കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെന്റ് ഇലക്ഷൻ നിങ്ങൾ എല്ലാവരും പങ്കെടുത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. കേരളം മൊത്തവും ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തത് ഞങ്ങളുടെ സംഘടനയാണ്. വളരെ 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 കുറച്ച് സമയം, ഒരാഴ്ച സമയമാണ് നമുക്ക് കിട്ടിയത് ഇലക്ഷൻ കമ്മീഷൻ്റേത്. അത് കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ പോളിംഗ് ബൂത്തിലും ഞങ്ങളുടെ സംഘടന വഴിയാണ് ചെയ്തത്. അത് വലിയൊരു ഇവൻ്റാണ് ഞങ്ങളുടെ സംഘടന എടുത്തൊരു ടാസ്ക്കായിരുന്നു. തീർച്ചയായിട്ടും അതുപോലെ കേരളം മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഞങ്ങളുടെ സംഘടന വഴി ഞങ്ങൾ എല്ലാ ജില്ലയിലും എല്ലാ താലൂക്കുകളിലും ഞങ്ങളുടെ സംഘടനയുടെ കമ്മിറ്റി സൗജന്യമായിട്ട് ഹോസ്പിറ്റലിൽ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തത്. തീർച്ചയായിട്ടും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സർവീസ് ഇല്ലാതെ കിട്ടുന്ന ഗവൺമെൻറ് പല കാര്യങ്ങളും സർവീസ് ഇല്ലാതെ കിട്ടുന്ന പല സ്ഥാപനങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞങ്ങളത് ഫ്രീ ഓഫ് കോസ്റ്റിൽ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ ടെക്നോളജി ബേസിലുള്ള ആൾക്കാർ കൂടുതൽ സംഘടനയാണ്. തീർച്ചയായിട്ടും ഇതാണ് ഞങ്ങളുടെ സംഘടനയുടെ ബേസ്. നിങ്ങൾ മാക്സിമം ഈ 12-13 പ്രോഗ്രാമുകൾ ഒരു സമൂഹത്തിൽ അറിയിക്കുക. ഇത് മനസ്സിലാക്കിയിട്ട് ഈ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഇരിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ബാക്കപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ ബാക്കപ്പ് ചിലപ്പോൾ സ്വീകരിക്കാതിരിക്കാൻ 100% ചാൻസ് ഉണ്ട്. ഈ സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്ത ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കോടതി പറയുകയാണ് ഇത് ഇവിടെ പ്രോപ്പർ അല്ല നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നവരെ ബാധിക്കുന്ന കേസാണ്. അതിനാണ് ഞങ്ങൾ ഈ സംഘടന തീർച്ചയായിട്ടും ഞങ്ങളുടെ മെമ്പേഴ്സിനും പൊതുജനങ്ങൾക്കുമായിട്ട് ഈ ഓട്ടോസൊക്കെ പോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ച് അവയർനെസ്